ഈ ഒരു കേസിൽ ഒരാൾ ഒരു 8 വർഷത്തോളമാണ് തൻ്റെ പക വീട്ടാനായിട്ട് കാത്തിരുന്നത്. അപ്പോൾ അത്ര വലിയ പക വരാനുള്ള കാരണം എന്തായിരുന്നു? അയാളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നത്? ഭോപ്പാൽ നഗരത്തിൽ നിന്ന് ഏകദേശം 230 കിലോമീറ്റർ മാറിയിട്ട് ലഖൻപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഒരു ഗ്രാമത്തിൽ വലിയ രീതിയിലുള്ള കണക്ടിവിറ്റി ഒന്നുമില്ല. അധികം ഫോണുകളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ എന്താ പറയുക, സാധാരണ ആളുകളാണ്, കൃഷിക്കാരാണുള്ള ആളുകൾ. അതായത് അവരവരുടേതായിട്ടുള്ള കൃഷിഭൂമിയിൽ കൃഷിപ്പണിയെടുക്കുക, അല്ലാത്തവർ കൂലിപ്പണിക്ക് പോവുക, അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. അതായത് വളരെ റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജ് ആയിരുന്നു. അങ്ങോട്ട് ഒരു 8 വർഷം മുൻപ് ഒരു കപ്പിള് വരികയാണ്. 2016 അത്. കടോരി എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. 24 വയസ്സായിരുന്നു ആ സമയത്ത് പ്രായം. ആൾ ബിടെക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ വൈഫിൻ്റെ പേര് രോഹിണി എന്നായിരുന്നു. 19 വയസ്സായിരുന്നു പ്രായം കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവർ ആ ഒരു ഗ്രാമവാസികളോട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട് നാട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊന്നുകളയും. അപ്പോൾ ഇവിടെ ചെറിയ റെൻറ്റിന് നിൽക്കാനുള്ളൊരു വീടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരണം എന്നാ നാട്ടുകാരോട് പറഞ്ഞിട്ട് അവർ ആ ഒരു നാട്ടിൽ താമസം തുടങ്ങുകയാണ്. അതിനുശേഷം അവിടെ ചെറിയ ചെറിയ എന്താ പറയുക, കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് അവരങ്ങനെ മുന്നോട്ട് അവരുടെ ലൈഫ് കൊണ്ടുപോവുകയായിരുന്നു. അവർ വന്നതിന് ശേഷം ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യത്തെ കുട്ടി പിറക്കുകയാണ്. അതിനുശേഷം ഒരു 4 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കുഞ്ഞും പിറന്നു. പിന്നീട് പാരൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ സോൾവ് ആണ് ഉണ്ടായത്. അത് കടൂരിയുടെ കാര്യത്തിലാണ് കേട്ടോ. അവർ ഏകദേശം ഒരു 2-3 തവണ ആ ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ടാവും. എന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ആരും തന്നെ അങ്ങോട്ടൊന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കടൂരിയുടെ വീട്ടുകാരുടെ ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സിറ്റുവേഷൻ അതായിരുന്നില്ല. ഇവരുടെ സ്വന്തം നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശുള്ളൊരു ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ 2024 മാർച്ചിന് ഒരു ആഘോഷ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ നാട്ടിലോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് 8 വർഷങ്ങൾക്ക് ശേഷം. എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത പലതുമായിരുന്നു ആ ഒരു ഗ്രാമത്തിൽ അവരെ കാത്തിരുന്നത്. ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. അപ്പോൾ കടൂരിയും രോഹിണിയും വിചാരിക്കുകയാണ് അവർ ഗ്രാമത്തിൽ നിന്ന് ഓടിപ്പോന്നിട്ട് ഏകദേശം 8 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ 2 കുട്ടികളായി. അപ്പോൾ റിലേറ്റീവ്സിൻ്റെയും എല്ലാവരുടെയും ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് മാർച്ച് 27-ന് അവർ മധ്യപ്രദേശിലുള്ള അവരുടെ സ്വന്തം ഗ്രാമത്തിലോട്ട് പോകുന്നത്. അവിടെ എത്തി അവർ പിന്നീട് റിലേറ്റീവ്സിനായിട്ട് എല്ലാവരായിട്ടും സംസാരിച്ചു, നാട്ടുകാരായിട്ട് സംസാരിച്ചു. അപ്പോൾ എല്ലാവരും കൂളായിരുന്നു. അതായത് ഇത്രയും വർഷമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അവർ ആ ഒരു ഗ്രാമത്തിലോട്ട് തിരിച്ചെത്തുന്നത്. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അവർ വൈകുന്നേരം കിടന്നുറങ്ങി. ഈ ഒരു രോഹിണിയും വേറെ സ്ഥലത്തായിരുന്നു, അതേപോലെ തന്നെ ഈ ഒരു കടൂരി വേറൊരു സ്ഥലത്തൊക്കെ ആയിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. പിറ്റേ ദിവസം രാവിലെ 28-ാം തീയതി രോഹിണി തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള കടൂരി എഴുന്നേൽപ്പിക്കാനായിട്ട് ആൾ കിടന്നിരുന്ന സ്ഥലത്തോട്ട് പോകുമ്പോഴാണ് ആ ദാരുണമായ കാഴ്ച അവർ കാണുന്നത്. അതവർക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു എന്താ പറയുക, ആ ഒരു സ്ഥലമായിരുന്നു കണ്ടത്. അയാളുടെ തല ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ടായിരുന്നു. തല വേറെ, ബോഡി വേറെ ആയിട്ടായിരുന്നു കിടന്നിരുന്നത്. ഇത് കണ്ട് അവരാകെപ്പാടെ ഒച്ച വെക്കുകയുണ്ടായത്. അപ്പോഴത്തേനും വീട്ടിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും ഓടിക്കൂടാണ്. ആ ഒരു വാർത്ത വളരെ പെട്ടെന്ന് തന്നെ ആ നാട് മുഴുവൻ ഇങ്ങനെ പരക്കാണ്ടായത്. അപ്പോഴത്തേനും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആളുകൾ ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നുകൊണ്ട് തന്നെ പോലീസുകാരും വരികയാണ്. അപ്പോൾ പോലീസുകാർ വന്നപ്പോൾ ഇവർ തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം ഇവർ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്, ആരും പോലീസിനെ വിളിച്ചിട്ടൊന്നുമില്ല. എന്നാലും പോലീസുകാർ പെട്ടെന്നുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തോട്ടെത്തി. എന്നാൽ പോലീസ് ജീപ്പിൽ ഒരു പ്രതിയെയും കൊണ്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായത്. അയാൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ നാട്ടുകാർക്കെല്ലാം തന്നെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കുകയാണ്. പഞ്ചമെന്നായിരുന്നു ആളുടെ പേര്. ഈ ഒരു കടൂരിയുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 4 വീട് മാറിയിട്ടായിരുന്നു ഇയാളുടെ വീട് കേട്ടോ. അപ്പോൾ ഇയാൾ ഇതേപോലെ തന്നെ രാത്രി ആ ഒരു വീട്ടിൽ കയറിയിട്ടാണ്, അതായത് ഒരു വെളുപ്പിൻ്റെ ടൈമിൽ എല്ലാവരും നല്ല ഉറക്കത്തിലുള്ള ആ ഒരു ടൈമിലാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം നടത്തുന്നത്. അതിനുശേഷം ഒരു കോടാലി വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയത്. പിന്നീട് ആ ഒരു കോടാലിയും കൊണ്ട് ആ ഒരു ബ്ലഡോട് കൂടി ആൾ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടർ ആവുമായിരുന്നു. പോലീസുകാരോട് ആൾ പറഞ്ഞു, ഞാൻ ഇതേപോലെ തന്നെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരാകപ്പാടെ ഷോക്കായി. ഫുൾ ബ്ലഡിൽ കുളിച്ചെന്ന് ഒരാളിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആരാണ്, എന്താണ്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇന്ന സ്ഥലത്താണ്, കടൂരി എന്നാണ് ആളുടെ പേര്, ഇന്നാണ് വീട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആൾ പറയുകയാണ്. അങ്ങനെയാണ് ആളെയും കൊണ്ട് ജീപ്പിൽ പോലീസുകാർ ആ ഒരു ഗ്രാമത്തിലോട്ട് പോകുന്നത്. അപ്പോഴത്തേനും ഇതേപോലെ തന്നെ ഈ രോഹിണി വന്നു. അതേപോലെ തന്നെ ഒച്ചയും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെല്ലാവരും കൂടെ കൂടി. അപ്പോൾ ആ ഒരു ടൈം കറക്റ്റ് ഇയാളെയും കൊണ്ട് പോലീസുകാർ ആ ഒരു സ്ഥലത്തോട്ട് എത്തി. പക്ഷേ അപ്പോഴൊന്നും ഈ ഒരു കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്താണെന്നുള്ളത് പോലീസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അവിടെ എത്തി ഒരു കടൂരിയുടെ വൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് അവർക്ക് ഏകദേശം ധാരണ കിട്ടുന്നത്. അതായത് ഈ രോഹിണി ഉണ്ടല്ലോ, രോഹിണിയുടെ സെക്കൻഡ് ഹസ്ബൻഡാണ് ഈ കടൂരി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആരായിരുന്നു ഫസ്റ്റ് ഹസ്ബൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പഞ്ചമായിരുന്നു. ഈ പഞ്ചമിനെ ഒഴിവാക്കിയിട്ടാണ് രോഹിണി കടൂരിയുടെ ഒപ്പം ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ പിന്നീട് പഞ്ചമിനെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാവാണ്. അപ്പോൾ പഞ്ചം ആളുടെ കഥ പറഞ്ഞു തുടങ്ങി. അതായത് ആള് വേറൊരു ഗ്രാമത്തിൽ നിന്ന് ഇതേപോലെ തന്നെയാണ് രോഹിണിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. ഒരുപാടധികം ആഗ്രഹിച്ച് മോഹിച്ച് ഒരു കല്യാണം കഴിച്ചതായിരുന്നു ആള്. ആ പെൺകുട്ടിയെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക, പഞ്ചമിന് ഇത്രയും നല്ലൊരു പെൺകൊച്ചിനെ കിട്ടി അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു അസൂയൊക്കെ തോന്നുന്നൊരു അങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആളൊരു കൃഷിക്കാരനാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു 5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ആളും ആളുടെ പാരൻസും അവിടെ കൃഷി ചെയ്തിട്ടായിരുന്നു ജീവിക്കുന്നുണ്ടായത്. അപ്പോൾ അവരുടെ ലൈഫ് അങ്ങനെ നല്ല പീസ്ഫുൾ ആയിട്ട് പോവാണ്. ആ ഒരു ടൈമിലാണ് പഞ്ചമിൻ്റെ വിവാഹപ്രായത്തുന്നത്. അങ്ങനെയാണ് അവർ, അതായത് പാരൻസ് കല്യാണമൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു രോഹിണിയെ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവരുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതായത് ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് 2-3-4 വീട് മാറിയിട്ടാണ് ഈ കടൂരിയുടെ വീട്. കടൂരി പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഈ രോഹിണി അവിടെ ചെന്നിക്കാറുണ്ടായിരുന്നു. അവർ കാണാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ രോഹിണിനെ കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. കടൂരിക്കും ഒരു ആഗ്രഹം തോന്നുകയാണ്. അങ്ങനെ ആള് ആ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാനുണ്ടായത്. ആ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടിയും അത് തന്നെയായിരുന്നു കാത്തിരുന്നിരുന്നത്. അപ്പോൾ ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. ഇവർ തമ്മിലൊരു ഇലിസിറ്റ് റിലേഷൻഷിപ്പ് അവിടെ ഉടലെടുക്കുകയാണ്. അതായത് രാവിലെ തന്നെ കടൂരിയുടെ ഫാമിലിയും എന്താ പറയുക, പാടത്ത് ഇതേപോലെ തന്നെ പണിക്ക് പോകും. അപ്പോൾ ഈ രോഹിണി പറയും, ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം, വീട്ടിലത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്യാം, എനിക്ക് അവിടുത്തെ പണിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കും. അതിനുശേഷം ഈ ഒരു കടൂരി ആരും കാണാതെ ആ ഒരു വീട്ടിലോട്ട് കയറും. അതായിരുന്നു അവരുടെ പതിവ്. ആ ഗ്രാമത്തിലുള്ള ആരും തന്നെ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നാണല്ലോ. അതാണ് ഇവിടെയും സംഭവിച്ചത്. അതായത് ഒരു ദിവസം പഞ്ചം പ്രത്യേകിച്ച് പറയാതെ പെട്ടെന്നൊരു ദിവസം വീട്ടിലോട്ട് ഇടയ്ക്ക് കയറി വരികയാണ്. സാധാരണ വരുന്ന സമയത്തല്ല, കുറേ നേരത്തെ അവിടെ ഡോർ നോക്ക് ചെയ്തു, കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു രോഹിണി വാതിൽ തുറന്നത്. ആൾ വീടിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ സോഫയിൽ ഇതേപോലെ തന്നെ ഈ കടൂരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ, അതായത് അയൽവക്കത്തെ വീട്ടിലെ പയ്യൻ തൻ്റെ ഭാര്യ മാത്രമുള്ള സമയത്ത് എന്താണ് ഇവിടെ എന്നുള്ള ഒരു രീതിയിൽ ആൾ ചോദിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ കുറച്ച് പലചരക്ക് സാധനങ്ങൾ തീർന്നുപോയി, അപ്പോൾ അത് കടം വാങ്ങാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ആ രോഹിണി നേരെ അടുക്കളയിൽ പോയിട്ട് അതും സാധനങ്ങൾ എടുത്തുകൊണ്ട് കൊടുത്തു. എന്നിട്ട് ആ ഒരു പയ്യനെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ആ ഒരു പയ്യൻ പോയതിന് ശേഷം ആളുടെ ഭാര്യയെ വീക്ഷിക്കുകയാണ്. അപ്പോൾ സാരിയൊന്നും മര്യാദക്കല്ല, മുടിയൊക്കെ ആകെ പരന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ളത് ആൾക്ക് ഏകദേശം ഉറപ്പായി. അതിനുശേഷം ആൾ കൂടുതലായിട്ട് തൻ്റെ വൈഫിനെ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീട് എന്താ പറയുക, വൈഫ് അറിയാതെ ഫോൺ എടുത്തങ്ങായിട്ട് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഒരുപാടധികം പല രീതിയിലുള്ള മെസ്സേജുകളും ഫോട്ടോസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതായിട്ടൊക്കെ ഇയാൾ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഇയാൾ തൻ്റെ വൈഫിനെ ഉപദേശിക്കാനാണ് ശ്രമിച്ചത്. നമ്മളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ, നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോവാണ്, നിനക്ക് ഞാൻ ഒന്നിനൊരു കുറവ് വരുത്തുന്നില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട, അതായത് ഇതൊക്കെ നിർത്തിക്കോന്ന് പറയാണ്. ആ ഒരു സമയത്ത് രോഹിണി പറഞ്ഞത്, ഇല്ല ഞാനും കടൂരിയും തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്, ഞങ്ങൾ തമ്മിൽ വേറൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം കടൂരി ഈ ഒരു പഞ്ചം ഈ കടൂരിയെയും അതുപോലെ തന്നെ രോഹിണിയെയും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാണ്. സ്ഥിരമായിട്ട് ഫോൺ ചെക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പറയാതെ വീട്ടിലോട്ട് കയറി വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും കാണാനോ സംസാരിക്കാനോ ഒന്നും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർ തന്നെ പറയുകയാണ്, നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ ഒരുമിച്ച് എന്തായാലും താമസിക്കാൻ പറ്റില്ല, അതായത് ഇങ്ങനൊരു കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പിന്നെ ആ ഗ്രാമത്തിൽ തന്നെ ഒന്നും നടക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവുകയാണ്. പിന്നെ ഇവർ ഇത്രയും ദിവസം കാണാതെയും മിണ്ടാതെയൊക്കെ ഇരുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം മിസ് ചെയ്യാണ്. അങ്ങനെയാണ് ഇവർ ഒളിച്ചോടി പോകാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ ഈ പഞ്ചമിൻ്റെ ഫാമിലി കംപ്ലീറ്റ് വർക്കിന് പോയേക്കായിരുന്നു, അതായത് ജോലിക്കായിട്ട് പോയേക്കായിരുന്നു. ആ ഒരു സമയത്ത് രോഹിണി വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിനോടൊപ്പം തന്നെ ഈ ഒരു കടൂരിയും വീട്ടിൽ നിന്ന് ഇറങ്ങി അവർ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയി. അവിടെ നിന്ന് ബസ് പിടിച്ച് പോകാനുണ്ടായത്. അവരവിടെ നിന്ന് നേരെ ഭോപ്പാലിലോട്ട് പോയി. അവിടെ നിന്ന് ഏകദേശം ഒരു 230 കിലോമീറ്റർ മാറിയിട്ടുള്ള ആ ഒരു ഗ്രാമത്തിൽ പോവുകയാണ്. അന്ന് പഞ്ചം വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ തൻ്റെ വൈഫിനെ കാണാനില്ല. അപ്പോൾ രോഹിണിനെ തൊട്ടടുത്ത വീട്ടിൽ നോക്കി, അതേപോലെ തന്നെ എന്താ പറയുക, റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു നൈബർ വന്നിട്ട് പറയുന്നത്, നിൻ്റെ വൈഫിനെയും അതുപോലെ തന്നെ ആ കടൂരിയെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ, അവർ നിൽക്കുന്നത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും അവർ വളരെ ക്ലോസ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നതെന്ന് ആൾ പറയാണ്. അപ്പോൾ കടൂരിക്ക് കാര്യം മനസ്സിലായി. തൻ്റെ വൈഫ് അപ്പുറത്തെ വീട്ടിലത്തെ പയ്യനുമായിട്ട് ഒളിച്ചോടി പോയി എന്നുള്ളൊരു കാര്യം ആൾക്ക് മനസ്സിലാവുകയാണ്. അവിടെ ഒരുപാടധികം പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ രോഹിണിയുടെ വീട്ടുകാരെ വിളിക്കുകയാണ്, അതേപോലെ തന്നെ കടൂരിയുടെ വീട്ടുകാരെ വിളിക്കുകയാണ്. ഈ വീട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. അതിനുശേഷം ഇവർ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ഇവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഇവരന്വേഷിച്ചിട്ടും പോലീസുകാരന്വേഷിച്ചിട്ടും എത്ര അന്വേഷിച്ചിട്ടും ഇവർ രണ്ടുപേരും എങ്ങോട്ടാണ് പോയത് എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും
ഇവർക്ക് കിട്ടിയില്ല. പതിയെ പതിയെ വീട്ടുകാരുടെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ തണുത്തു തുടങ്ങി. അതായത് മാസങ്ങൾ കഴിഞ്ഞു. പിന്നെ പോലീസുകാരും ഈ ഒരു കേസിനെ കുറിച്ച് ഇങ്ങോട്ട് മറന്നു തുടങ്ങി. അതായത് കുറേ നാൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, അത് വർഷങ്ങളായി. എന്നാൽ ഈ ഒരു ഇഷ്യൂ കൊണ്ട് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയത് പഞ്ചു ആയിരുന്നു. കാരണം നാട്ടിൽ മുഴുവൻ ഒരു സംസാരം ഉണ്ടാവുകയാണ്, പഞ്ചത്തിന് ആ ഒരു എന്താ പറയുക സെക്ഷുവൽ ലൈഫിൽ കഴിവില്ലാത്തത് കൊണ്ടാണ് ആളുടെ വൈഫ് ഓടിപ്പോയത്. ആളുടെ വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ആ ഒരു പെൺകുട്ടി ആ പയ്യൻ്റെ കൂടെ പോയി. അങ്ങനെയുള്ള രീതിയിലുള്ളൊരു സംസാരം വരികയാണ്. അപ്പോൾ ഇത്രയും കാലം വളരെ കൂളായിട്ട് അതേപോലെ തന്നെ ആരായിട്ട് ഒരു പ്രശ്നത്തിനും പോകാതിരുന്ന പഞ്ചം പിന്നീട് ആൾക്കാരോടൊക്കെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി, അടി ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഈ പഞ്ചമിൻ്റെ പാരൻസ് പഞ്ചമിനോട് പറയണം, ഓക്കെ നമുക്ക് വേറൊരു വിവാഹാലോചന നമുക്ക് നോക്കാം എന്ന് പറയാണ്. എന്നാൽ അതും നടന്നില്ല. കാരണം ഇയാൾക്ക് കഴിവില്ല എന്നുള്ളൊരു കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടായ പോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ വിവാഹമൊന്നും സെറ്റായില്ല. ഒരു ആണത്തില്ലാത്ത ഒരുത്തന്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആൺമില്ലാത്ത ഒരുത്തന് ഞങ്ങളെങ്ങനെയാണ് ഞങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ച് തരാം എന്നുള്ളത് ചോദിക്കുകയാണ് ആളുകൾ. അതായത് ഇനിയിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരാൾക്ക് ഞങ്ങൾ എന്ത് തരത്തിലാണ് ഞങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ചിരുന്നൊക്കെ ഇവരുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആകെപ്പാടെ ആളുടെ ലൈഫ് തീർന്നു എന്നുള്ളൊരു സിറ്റുവേഷനിൽ, അതായത് ഇനി എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ ആളിങ്ങനെ എത്തുകയാണ്. അപ്പോൾ ആളുടെ ഉള്ളിൽ ആ ഒരു പകിങ്ങനെ കുമിഞ്ഞു കൂടുകയായിരുന്നു. അപ്പോൾ എന്നെങ്കിലും ഒരു വരും, അന്ന് അവർക്കുള്ള പണി കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ആളുടെ കയ്യിലുള്ള കോടാലി ഇങ്ങനെ രാവി അത് മൂർച്ച കൂട്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ കടൂരിൻ രോഹിണിയും ആ ഗ്രാമത്തിൽ പോയിട്ട് പുതിയൊരു ലൈഫ് ആരംഭിച്ചു. അവർക്ക് 2 കുട്ടികളായി. പിന്നീട് 8 വർഷത്തിന് ശേഷമാണ് അവർ തിരിച്ചു വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കടൂരിയുടെ പാരൻസ് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരിടയ്ക്ക് ഇങ്ങനെ പോകുന്നത്, അതായത് അവരിടയ്ക്ക് ഭോപ്പാൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങോട്ട് ഈ പഞ്ചം ഈ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. എന്നാൽ പാരൻസ് പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ബിസിനസ് ആവശ്യത്തിന്, ജോലി ആവശ്യത്തിനൊക്കെയാണ് പോയത്, അല്ലാതെ അവരെവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ആ പാരൻസും ഈ പഞ്ചമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ എല്ലാവരെല്ലാം മറന്നിട്ടുണ്ടാവും, എല്ലാവരെല്ലാം ക്ഷമിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് മാർച്ച് 27-ന് അവർ ആ ഒരു ഗ്രാമത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ പഞ്ചമും ഈ ഒരു കാര്യം അറിഞ്ഞു. അയാൾ ഇവരെ നോക്കുമ്പോൾ ഇവർ നല്ല ഹാപ്പിയാണ്, ചിരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ 2 കുട്ടികളും ഉണ്ട്. ഇതൊക്കെ ആയപ്പോൾ ആകെപ്പാടെ വല്ലാത്തൊരു ദേഷ്യവും പകയൊക്കെ വരികയാണ്. എനിക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ലൈഫ് ഇപ്പോൾ നീ അനുഭവിക്കുകയാണ് എന്നുള്ളൊരു ചിന്ത ആൾക്ക് വരികയാണ്. ഇത് വെച്ചുറപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയും അയാൾക്ക് വരികയാണ്. ആദ്യം അയാൾ കരുതിയത് 2 പേരെയും കൊല്ലാനായിരുന്നു. എന്നാൽ 2 കുട്ടികൾ അനാഥരാകുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഈ കടൂരിയെ കൊല്ലാനായിട്ട് ആൾ തീരുമാനിച്ചു. വേറൊരുത്തൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും അവന് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തല്ലോ, വേറൊരുത്തൻ്റെ ഭാര്യനെയും കൊണ്ട് അവൻ നാടിട്ട് പോയല്ലോ എന്നുള്ള ചിന്തയൊക്കെയായിരുന്നു ആൾക്കുണ്ടായത്. അങ്ങനെ അന്നത്തെ രാത്രി തന്നെ അയാൾ കറക്റ്റ് ടൈം നോക്കിയിട്ട് ആ ഒരു വീട്ടിൽ കയറി കോടാലി ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിന് വെട്ടുകയായിരുന്നു. ഒരുപാട് തവണ വെട്ടി. അതായത് കഴുത്ത് അറ്റുപോകുന്ന രീതിയിൽ അത്രത്തോളം എന്താ പറയുക ഇൻറ്റൻസ് ആയിട്ടാണ് ആ ഒരു ക്രൈം അയാൾ ചെയ്തത്. അതിനുശേഷം ആ ഒരു കോടാലിയും ആ ഒരു ബ്ലഡിൽ കുളിച്ച ആ ഒരു സിറ്റുവേഷനിൽ ആൾ നേരെ ഇറങ്ങി പോലീസ് സ്റ്റേഷനിലോട്ട് പോയി സറണ്ടറായി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ പോലീസുകാർ തന്നെ ആകെ ഷോക്കായി പോവുകയാണ്, ആകെ സ്റ്റക്കായി പോവുകയാണ്. അവനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വിഷമമുണ്ടാവും. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നും കൂടെ കടൂർ പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.